നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ കൂടെ ഇന്ത്യയിലും വലിയ വൈറലായി. അതായത് മുടി മൊട്ടയടിച്ച ഒരാൾ ഡൽഹിക്കടുത്ത് ഗാസിയാബാദിൽ ഞായറാഴ്ച ഒരു സൺഡേ സർവീസിൽ ഒരു മലയാളിയും കുടുംബവും നടത്തുന്ന ചർച്ച ഏകദേശം 20 വർഷം അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് പാസ്റ്റർ രാജു സദാശിവം, മലയാളിയാണ്. അപ്പം അവിടെ ഇതായിട്ടുള്ള അയാളുടെ പേരെന്ന് പറയുന്നത് സുനയുൽ റഹ്മാൻ. അതായത് ഇയാൾ ബേസിക്കലി ഇന്ത്യക്കാരനല്ല, ഇയാൾ ബംഗ്ലാദേശിയാണ്. ഇയാളൊരു മുസ്ലിമായിരുന്നു. 2013 മുമ്പ് ഇയാൾ ബംഗ്ലാദേശിൽ അവിടെ മദ്രസയിൽ പഠിച്ച് ഢാക്ക മദ്രസയിൽ പഠിച്ചിട്ട് അവിടെ സോഷ്യൽ മീഡിയയിലുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്ന് പുറത്തു വരാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തത് ഹിന്ദു ഭഗവാന്മാരെയാണ്. ശ്രീകൃഷ്ണൻ, പരമഹംസൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയും ഏറ്റവും മോശമായ രീതിയിൽ വീഡിയോ ഉണ്ടാക്കുക, ഇയാളുടെ ഡയലോഗ് ഉണ്ടാക്കുക. ഇത് പോയി കഴിഞ്ഞ സമയത്ത് ബംഗ്ലാദേശി ഗവൺമെന്റ് ഇയാൾക്കെതിരെ ഹെയ്റ്റ് സ്പീച്ച് കേസ് എടുക്കുന്നു, വളരെയധികം. ഈ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ, കാരണം അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുങ്ങി 2013 ഇയാൾ കൽക്കട്ടയിൽ വരുന്നു. കൽക്കട്ടയിൽ വന്നിട്ട് ഇയാൾ എയ്ത്തിസ്റ്റാവും, അതായത് നിരീശ്വരവാദിയാകുന്നു. പിന്നീട് മുഴുവനും മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇയാളുടെ പരിപാടി. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ഹെയ്റ്റ് സ്പീച്ചും പരിപാടികളും ഒക്കെ ഭയങ്കരമായിട്ട് തുടർന്ന് വലിയ സാമ്പത്തികമൊന്നുമില്ല. ഇയാൾ എന്ത് ചെയ്തു? ഒരു ഹിന്ദു ബാബയാകും, അതായത് ഹിന്ദു സന്യാസിയായിട്ട് അങ്ങ് മാറുന്നു. അങ്ങനെ ഇയാളുടെ പേര് വന്നു ആര്യ നിഷാദ്, അതായത് ബാബ ആര്യ നിഷാദ്. അത് ഹിന്ദു ഒരു സന്യാസി പോലെ അങ്ങാവുന്നു. ഇത് ഇയാളുടെ ബ്രീഫ് ഹിസ്റ്ററി. ഇയാൾ ഗാസിയാബാദിലോട്ട് വരുന്നു അതിനുശേഷം. കാരണം നിങ്ങൾക്കറിയാം, കൽക്കട്ടയിലൊന്നും ഇതിന് വലിയ മാർക്കറ്റൊന്നുമില്ല. കാരണം കൽക്കട്ടയിൽ ഈ മുസ്ലിങ്ങൾക്കെതിരെ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ നിർത്തത്തൊന്നുമില്ല. കാരണം അവിടുന്ന് പേടിച്ചോടി ഇയാൾ പിന്നെ ഗാസിയാബാദിൽ വരുന്നു. പിന്നീട് ഇയാൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻസിനെതിരെ മുസ്ലിംസിനെതിരെയായി ഇയാളുടെ വീഡിയോകൾ സ്ഥിരമായിട്ട്. അപ്പോൾ ആരോ അവിടെ താമസിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ കൊടുത്തു. അവിടെ ആൾക്കാർ വന്ന് ഈ പറയുന്ന വേദങ്ങളൊക്കെ ഇയാൾ ഇവിടുന്നൊക്കെ പഠിക്കുന്നു. കൽക്കട്ടയിൽ വെച്ച് കുറച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് ഡൽഹി വന്ന് ഇവിടെ വന്ന് കുറച്ച് പഠിച്ചു. എന്നിട്ട് സ്വയമേ ഇയാളൊരു അവതാരമായിട്ടങ്ങ് മാറി. അതായത് തലയ്ക്ക് ഭ്രാന്താണ് ഇതിന്.